സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും അസൂയപ്പെട്ടിട്ടുണ്ടോ? നീയല്ല, നിന്റെ മേൽ ആരെങ്കിലും അസൂയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്താമോ? ഹല്ലേലൂയ! നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അസൂയപ്പെടുക എന്നുള്ളത് സ്നേഹത്തിന് വിപരീതമാണ്. സ്നേഹത്തിൽ അസൂയ ഇല്ല. അസൂയ ഉള്ള വ്യക്തി സ്നേഹം ഇല്ലാത്തവനാണ്. നമ്മുടെ മേൽ ജനങ്ങൾ അസൂയപ്പെടുന്ന സമയത്ത് അത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തെളിവാണെന്ന് ഓർക്കുക. നിങ്ങളോട് ആരെങ്കിലും അസൂയപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യാൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളോട് ആരെങ്കിലും അസൂയ കാണിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ കോപിക്കുവാൻ പാടില്ല. അതുപോലെ അവരെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. ഓഹോ, കർത്താവ് എന്നെ അനുഗ്രഹിക്കുകയാണ്, അതുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണ് എൻ്റെ മേൽ ഇങ്ങനെ വീണിരിക്കുന്നത്. അതുപോലെ നിന്നോട് അസൂയ കാണിക്കുന്ന ആളുകൾ നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നീ അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. അസൂയപ്പെടുന്നതായ ആൾ ഇനിയും ഒരു ചുവട് മുൻപോട്ട് വെച്ച് നിന്നെ കുറ്റപ്പെടുത്തുവാനിടയാകും. നിന്നോട് കലഹിക്കുവാൻ മുൻപോട്ട് വരും. നിന്നോട് വഴക്കുണ്ടാക്കുവാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ളതായ സമയങ്ങളിൽ നീയും കലഹമുണ്ടാക്കുകയാണെങ്കിൽ, വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നിനക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും കാണില്ല. നീ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കുന്ന ദിവസം നിന്റെ മേൽ അസൂയ കാണിക്കുന്നതായ വ്യക്തികളെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയും. ആ വിഷയം ഇസഹാക്കിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസഹാക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. ഇസഹാക്ക് ആരുടെ മകനാണ്? എങ്ങനെയുള്ള മകനാണ്? വാഗ്ദത്ത സന്തതിയാണ്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അവിടെ ഗെരാര് എന്നതായ ഒരു പ്രദേശത്തേക്ക് ക്ഷാമം വന്ന സമയത്ത്, വെള്ളമില്ലാതിരുന്നപ്പോൾ, ഫലമൊന്നുമില്ലാതിരുന്ന സമയത്ത് ആ ക്ഷാമം കാരണം ഇസഹാക്കിന് മറ്റൊരു രാജാവ് ഭരിക്കുന്നതായ ഒരു അന്യദേശത്തേക്ക് പുറപ്പെട്ടു പോകേണ്ടി വന്നു. നോക്കൂ, ഈ കാലത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക എന്നത് സർവ്വസാധാരണമായിരിക്കുന്നു. പോകാനുള്ള ആഗ്രഹവും എല്ലാവർക്കുമുണ്ട്. അമേരിക്കയിൽ പോയി പഠനം നടത്തണം, അതുമല്ല എങ്കിൽ പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകണം, ഇപ്പോഴാളുകൾ പറയും കാനഡയിലേക്ക് പോകണം. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് അനുഗ്രഹിക്കപ്പെടണം, നന്മ കാണാനിടയാകണം എന്നുള്ളതായ ആഗ്രഹം അനേകർക്ക് ഉണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ ഉള്ളതായ ആ സ്വാതന്ത്ര്യവും ആ ധൈര്യവും നാം ഒരു മറ്റു രാജ്യത്തിലേക്ക്, അന്യജനത്തിൻ്റെ മധ്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവിടെയുള്ളതായ ഫ്രീഡം, സ്വാതന്ത്ര്യം അവിടെ കാണില്ല. ഒരുപക്ഷെ അവിടെ വെച്ച് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അപകടമുണ്ടായാൽ, എന്തെങ്കിലും രോഗമുണ്ടായാൽ, ഇവിടെയാണെങ്കിൽ നിന്റെ ബന്ധുക്കാരോടോ സ്വന്തക്കാരോടോ മറ്റോ നിനക്ക് അറിയിക്കാൻ കഴിയും. എന്നാൽ അന്യദേശത്ത് ചെല്ലുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാർക്കും വരാൻ കഴിയില്ല. അതുപോലെ അവിടെ നിന്ന് നിനക്കും പെട്ടെന്ന് വരാൻ കഴിയില്ല. അങ്ങനെ എത്രയോ ആളുകൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി, കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തി, ഒരിക്കലും അവൻ ഒറ്റപ്പെട്ടവനല്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞതായ കർത്താവ്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നിന്റെ കൂടെ വരാനിടയാകും. അബ്രഹാം ഇസഹാക്കിന് കൊടുത്തതായ സ്വത്ത് എന്താണെന്ന് വെച്ചാൽ അവൻ വാഗ്ദത്തമാണ് കൊടുത്തത്. ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വാഗ്ദത്തവുമായിട്ട് ഇസഹാക്ക് പോവുകയാണ്. ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായിട്ട്, 2-ാം വാക്യം, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെയിരുന്നു നിന്നെ അനുഗ്രഹിക്കും.
നീ ഇപ്പോൾ താമസിക്കുന്ന ഇടത്ത് തന്നെ താമസിക്കുക, മറ്റു ദേശങ്ങളിലേക്ക് മാറിപ്പോകരുത്. ഈ ദേശം അന്യദേശമാണെങ്കിലും ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും എന്നു ദൈവം അവനോട് അരുളി ചെയ്യുവാനിടയായി. ദൈവം അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തത്തെയും വെളിപ്പെടുത്തി. അതുകൊണ്ട് ഇസ്ഹാക്ക് ആ ദേശത്ത് വിത്ത് വിതച്ചതായ സമയത്ത് 12-ാം വാക്യം, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആയാണ്ടിൽ 100 മേനി വിളവ് കിട്ടി. അന്യദേശത്ത് മറ്റൊരു ദേശത്ത് ചെന്നിട്ട്, അതും ക്ഷാമകാലത്ത് വിത്ത് വിതച്ചപ്പോൾ ഇസ്ഹാക്കിന് 100 മേനി വിളവ് കിട്ടി. ആ ദേശത്തുള്ള ആളുകൾ വിതച്ചിട്ടും ആർക്കും ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള വിളവ് ലഭിക്കുവാനിടയായി. ഈ ദേശത്തുള്ള ആളുകൾ ഇവിടെ നിൽക്കാതെ മറ്റു ദേശത്ത് പോയി അധ്വാനിക്കുന്നതായ സമയത്ത് ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും. ക്ഷാമകാലത്ത് അന്യദേശത്ത് ചെന്ന് വിത്ത് വിതച്ചതായ സമയത്ത് 100 മേനി വിളവ് ലഭിക്കാനിടയായി. എത്ര പേർക്ക് അനുഗ്രഹം ആവശ്യമുണ്ട്? ഒന്ന് കൈയുയർത്താമോ? എല്ലാവർക്കും ആവശ്യമാണല്ലോ. എന്താണ്? ഇസ്ഹാക്ക് ആ ദേശത്ത് എന്താണ്? ഇസ്ഹാക്ക് ആ ദേശത്ത് കിടന്നുറങ്ങിയോ? എന്തു ചെയ്തു? വിതച്ചു. വിതയ്ക്കണം. വിത്ത് വിതയ്ക്കുവാനിടയായി. വിത്ത് വിതയ്ക്കുന്നതായ വ്യക്തി വിശ്വാസത്തോടുകൂടി തൻ്റെ കയ്യിലുള്ളതായ ധാന്യങ്ങൾ വിതയ്ക്കാനിടയാകും. അത് വയലിൽ വീഴുന്നതായ സമയത്ത് അത് നശിച്ചു പോകുമെന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ ആ ഭൂമിയിലേക്ക് അത് വിതയ്ക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി തൻ്റെ കയ്യിലിരിക്കുന്ന ധാന്യത്തെ ആ നിലത്തേക്ക് വിതയ്ക്കുമ്പോൾ, നിന്റെ കയ്യിലുള്ളതിനെ വിതയ്ക്കാതെ, അതിനെ വിട്ടുകൊടുക്കാതെ, കഷ്ടപ്പെടാതിരുന്നാൽ അനുഗ്രഹം ഉണ്ടാകില്ല. കഷ്ടപ്പെടാതെ, പരിശ്രമം അനുഭവിക്കാതെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥമായ അനുഗ്രഹമല്ല, ദൈവം നൽകുന്ന അനുഗ്രഹം അല്ല. അത് അന്യായമായിട്ട്, അധാർമികമായിട്ട്, കൈക്കൂലിയായിട്ട്, അതുപോലെ സമ്പാദിച്ചു കൂട്ടിയതായ സമ്പാദ്യങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പോകും. പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ പോകാനിടയാകും. അതുകൊണ്ടാണ് വലിയ വലിയ ബിസിനസ് ആളുകൾ പോലും, കോടിക്കണക്കിന് ആസ്തിയുള്ളതായ ആളുകൾ പോലും ഒറ്റയടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ദരിദ്രന്മാരായി പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ധനവാന്മാർക്ക് കടം വരുന്നത്? അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവർ ഒരുപാട് കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനിടയെ എന്തെല്ലാമൊക്കെ ചെയ്തു കൂട്ടി. എന്നാൽ അധ്വാനിക്കുന്നില്ല. അധ്വാനിക്കാതെ സമ്പത്ത് കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും ധനവാനായി തീരണമെങ്കിൽ നീ അധ്വാനിക്കണം. കഷ്ടപ്പെടാതെ ലഭിക്കുന്നതായ അനുഗ്രഹം അതൊരിക്കലും യഥാർത്ഥമായ അനുഗ്രഹമല്ല. ഇസ്ഹാക്ക് വിത്ത് വിതച്ചു. ആ വർഷം എത്ര മേനിയാണ് വിളവ് കിട്ടിയത്? 100 മേനി വിളവ് കിട്ടാനിടയായി. അബ്ബാ, അവിടെയുള്ള ആളുകൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. ക്ഷാമകാലമാണത്. വെള്ളം ശരിക്കില്ല. വയലുകൾ ഉണങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ വിളവ് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ വയൽ നോക്കുമ്പോൾ അവിടെ ഉണങ്ങി വരണ്ടു കിടക്കുകയാണ്. ഇവന്റെ വയലിലാണെങ്കിൽ വിളയൊക്കെ ആർത്ത് നല്ല പച്ചപ്പായിട്ട് വളർന്ന് ഫലിച്ചു നിൽക്കുകയാണ്. അത് കാണുന്ന സമയത്ത് അവർ എന്ത് ചിന്തിക്കും? നമ്മുടെ ഫലം എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? നോക്ക്, അവന്റെ വയലാണെങ്കിൽ എത്ര നല്ലതാണ്. നമ്മുടെ വയൽ നോക്കൂ, ഇങ്ങനെ കിടക്കുന്നു. അവന്റെ വയൽ നോക്കൂ, എത്ര നല്ലതാണ് എന്ന് പറഞ്ഞ് അസൂയപ്പെടുവാൻ ആരംഭിച്ചു. 14-ാം വാക്യം, അവനു ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ദൈവം നിന്നെ അനുഗ്രഹിക്കപ്പെടുന്ന സമയത്ത്, നീ പച്ച പിടിക്കുമ്പോൾ, നീ നന്മ പ്രാപിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുന്ന സമയത്ത്, നിന്റെ കുടുംബം നന്മ പ്രാപിക്കുമ്പോൾ, നിന്റെ ചുറ്റുപാടുമുള്ളവരായ ഫെലിസ്ത്യർ, പിശാചിനെ സംബന്ധിച്ചതായ ആളുകൾ അസൂയപ്പെടും. അസൂയപ്പെടുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ പാടില്ല. അയ്യോ, എന്നോട് അസൂയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ദുഃഖമുണ്ടാകുകയുള്ളൂ. നിങ്ങളോട് ആരെങ്കിലും അസൂയ കാട്ടിയാൽ നിങ്ങൾക്കൊരു തിന്മയും ഉണ്ടാകില്ല. അസൂയ കാരണം അവന് തന്നെയായിരിക്കും ദോഷമുണ്ടാകുന്നത്. നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇസ്ഹാക്കിന്റെ നല്ല മനസ്സിനെ കാണുമ്പോൾ എനിക്ക് ഇസ്ഹാക്കിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? പിതാവ് അവനെ കൊണ്ടുപോയി യാഗപീഠത്തിന്മേൽ കിടത്തിയപ്പോൾ, കിളവാ, എന്നെ കൊല്ലാൻ പോകുകയാണോ? നീയാണ് മരിക്കേണ്ടത്. എനിക്കിനിയും ഒരുപാട് ജീവിക്കാനുണ്ട്.
ആഹാ, എന്നെ കൊല്ലാൻ പോകുകയാണോ യാഗം കഴിക്കാൻ? ദൈവത്തിന് വേണ്ടത് യാഗമല്ലേ? നിന്നെ തന്നെ യാഗം കഴിച്ചേക്കും എന്ന് പറയുമായിരുന്നു ഈ കാലത്തുള്ള പിള്ളേരാണെങ്കിൽ. അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, മൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളും, യഹോവ ഈരേ. എന്താ അപ്പ ഈ പറയുന്നത്? എന്താ കിറുക്കാണോ? ഇവിടേക്ക് കത്തിയും വിറവുമായിട്ട് വന്നല്ലോ, എന്നാൽ പിന്നെ അതും ദൈവം നോക്കത്തില്ലായിരുന്നോ? ആടിന്റെ കാര്യം മാത്രമാണോ ദൈവം നോക്കുന്നത് എന്ന് പറഞ്ഞ് എതിരായിട്ട് ചോദ്യം ചെയ്തോ? അവിശ്വാസം കാണിച്ചോ? ഒരിക്കലുമില്ല. ഇല്ല, എൻ്റെ അപ്പന്റെ വിശ്വാസം അത് വളരെ വലുതാണ്. അനുസരിച്ചു. ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നോക്കിക്കൊള്ളും. അങ്ങനെ അവൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ ഇടയായി. യാഗമൃഗം അവൻ തന്നെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. യാഗപീഠത്തിൽ കൈകാലുകൾ കെട്ടിയിട്ട് കിടത്തിയ സമയത്ത്, അപ്പാ, എന്നെയാണോ കൈകാൽ കെട്ടുന്നത് അപ്പാ എന്ന് നിലവിളിച്ചെങ്കിൽ ഒരുപക്ഷെ അബ്രഹാം മനസ്സുമാറ്റി മാറുമായിരുന്നു. എന്താണ് ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞു കാണും, അപ്പാ, എന്തിനാണ് ഭയപ്പെടുന്നത്? ഒന്നും പേടിക്കണ്ട, എന്നെ ബലി കൊടുത്തുകൊള്ളൂ, ഞാൻ റെഡിയാണ്, ഒന്നും ഭയപ്പെടേണ്ട. അങ്ങനെ പറഞ്ഞ് യൗവനത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്, കർത്താവിന് സമർപ്പിച്ചവനാണ്. അബ്രഹാം യാഗം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിന്റെ യാഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാൽ അതിന് മനസ്സുള്ളവനെ കിട്ടിയെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അബ്രഹാം യാഗം കൊടുത്തു, എന്നാൽ ഈസഹാക്ക് അംഗീകരിച്ചു, സമർപ്പിക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്നവനിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിനു വേണ്ടി തന്നെത്താൻ ത്യജിക്കുകയാണെങ്കിൽ, എന്താണ്, ദൈവത്തിനു വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുക്കമുള്ളവൻ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. എടുത്തോ, എനിക്ക് ദൈവം നൽകുമെന്ന് പറയും. എനിക്കെന്റെ കർത്താവുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല, നിനക്ക് വേണമെങ്കിൽ എടുത്തോ എന്ന് പറയാനിടയാകും. എങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള മനസ്സുണ്ട്? നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്കും ലഭിക്കുകയുള്ളൂ. നീ കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇത് വളരെ ശ്രേഷ്ഠമായ സമയമാണ്. എല്ലാവരും നിങ്ങളുടെ വായ്കൾ തുറന്നുകൊണ്ട്, മനസ്സ് തുറന്നുകൊണ്ട്, കർത്താവേ, എന്നെയും അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ കൃപ നൽകുമാറാകണമേ, അസൂയ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, കലഹിക്കുന്ന മനസ്സ് എനിക്ക് ആവശ്യമില്ല, മറ്റുള്ളവരെ വെറുക്കുന്ന സ്വഭാവം എനിക്ക് ആവശ്യമില്ല. എന്നോട് കലഹിക്കുന്ന ആളുകളോട് തിരിച്ചു കലഹിക്കാതിരിക്കുന്നതിന്, എന്നെ എതിർക്കുന്ന ആളുകളോടും എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ മനസ്സ് എനിക്ക് നീ നൽകണമേ. രണ്ടു കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഈ ഉന്നതമായ യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു ഭക്തി നൽകണമേ. ഞങ്ങളെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യർക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ കർത്താവ് ചെയ്തതായ ത്യാഗത്തെ ഓർക്കുന്നതായ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകലതും നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിന്റെ സ്നേഹത്താൽ മറ്റുള്ള ആളുകളെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അധ്വാനിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. നിലത്ത് വിത്ത് വിതയ്ക്കുന്നത് പോലെ നിന്റെ വേലയിൽ വിശ്വസ്തയോടെ വിതയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നീ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി നിവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നശിച്ചുപോയവരെ തിരിഞ്ഞ് രക്ഷിപ്പാനാണല്ലോ നീ ഈ ലോകത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ ചുറ്റുപാട് നശിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. ലക്ഷ്യമില്ലാത്തതായ ജീവിതം നയിക്കുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതവുമായി മുൻപോട്ട് പോകുന്നവർ, മനസ്സിൽ വല്ലാത്ത നിരാശ വന്നിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെയുള്ളവരെ കർത്താവിലേക്ക് നടത്താൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ ഫലമുള്ളതായ ജീവിതമാക്കി നീ മാറ്റുമാറാകണമേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിച്ചെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടതിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് വിരോധമായിട്ടുള്ള സകല ഇടപാടുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ദേശനിവാസികൾ ഞങ്ങളുടെ ജീവിതം കാണുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിശ്വസിച്ച് ഈ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറയുവാനുള്ള കൃപ കാണിക്കണമേ. നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, നിന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ